പാല് കുടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് എരിവുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടയിലൊരു കഫം കെട്ടിയതുപോലെ ഒന്ന് തോന്നാറുണ്ട്. അത് നമ്മളൊന്ന് ചുമച്ച് തുപ്പി കഴിയുമ്പോൾ ക്ലിയർ ആവും, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിച്ചാൽ ക്ലിയർ ആവും. ഇതേ അവസ്ഥ തന്നെയാണ് മിക്കപ്പോഴും ഈ കുട്ടികളിലും കാണുന്നത്. അവർക്കത് ചുമച്ച് തുപ്പി കളയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമുക്കത് കഫക്കെട്ടായിട്ട്. നമുക്കൊരു ജലദോഷം വന്നാൽ മൂക്കിൽ നിന്നുള്ള സെക്രീഷൻസ് തൊണ്ടയിലോട്ട് ഇറങ്ങുക. സൈനസൈറ്റിസ് വന്നാൽ, അലർജി ഉള്ളവർക്ക് സ്ഥിരമായിട്ട് ഈ സെക്രീഷൻസ് ഇങ്ങനെ തൊണ്ടയിലോട്ട് വരാം. അഡിനോയിഡ് പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്ക് ഇങ്ങനെ വരാം. ചില സമയത്ത് GERD, നമ്മൾ പുളിച്ചത് കെട്ടുന്നതെന്നൊക്കെ പറയുന്ന പോലെ ഒരു കിറുകിറുപ്പ് പോലെ നമ്മൾക്ക് കേൾക്കും. ഇത് നോയ്സി ബ്രീത്തിങ് ആയിട്ട് കേൾക്കാം, ശ്വാസം എടുക്കുമ്പോൾ കിറുകിറുപ്പായിട്ട് കേൾക്കാം. ചില സമയത്ത് നമുക്ക് വീസിങ് ആണെന്ന് പോലും തോന്നും. അപ്പോൾ തൊണ്ടയ്ക്കകത്തോ മൂക്കിനകത്തോ ഉള്ള സെക്രീഷൻസ് ശ്വാസം എടുക്കുന്ന സമയത്ത് നല്ല വീസിങ് ഉള്ള പോലെ പോലും പാരൻസിന് തോന്നിയിട്ട് കൊണ്ട് ആൻറ്റിബയോട്ടിക്സ് അല്ലാതെ നമുക്ക് എന്ത് മെഡിസിൻ ഇതിന് കൊടുക്കാൻ പറ്റും? കുഞ്ഞിന് ജലദോഷം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാം. സെക്രീഷൻസ് തൊണ്ടയിൽ നിൽക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചെറു ചൂടുവെള്ളം കൊടുക്കാം. അത് ഈ സെക്രീഷൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് താഴേക്ക് പോകാൻ സഹായിക്കും. ചൂടുവെള്ളത്തിൻ്റെ ആവി വലിയ കുട്ടികളാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം.